നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുകയെന്ന് LDF കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എളമരം കരീം. NDA കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി MT രമേശ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിരീക്ഷിക്കാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥനെയും വീഡിയോഗ്രാഫറെയും തടഞ്ഞുവച്ച സംഭവം ഗുരുതരമായ കുറ്റകൃത്യമെന്ന് UDF. TTEയുടെ ദാരുണാന്ത്യത്തിലൂടെ റെയിൽവേ കണ്ണു തുറക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. അംഗങ്ങളുടെ കുടുംബ സുരക്ഷയ്ക്കായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സുരക്ഷാ പദ്ധതി. ബാലഗോകുലം കേരള കലോത്സവം ഏപ്രിൽ 5, 6, 7 തീയതികളിൽ കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നതെന്ന് LDF കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എളമരം കരീം. ഇടതു മുന്നണി വിജയം ഉറപ്പാണെന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം എളമരം കരീം മാധ്യമങ്ങളോട് പറഞ്ഞു. രണ്ടാം വട്ടം കഴിഞ്ഞ് മൂന്നാം വട്ടത്തിലേക്കായി. നല്ല അനുഭവമാണ്. ഈ നോമിനേഷൻ സമർപ്പിക്കാൻ വരുമ്പോൾ തന്നെ വിവിധ വിഭാഗം ആളുകൾ സ്ഥാനാർത്ഥിയെ കാണാനും വിജയ ആശംസിക്കാനും ഒത്തുകൂടിയിരുന്നു എന്നുള്ളതൊക്കെ അസാധാരണമായ ഒരു കാഴ്ചയാണ്. ജനങ്ങൾക്കിടയിൽ നല്ല ആവേശമുണ്ടെന്നാണ് ഇതുവരെ പങ്കെടുത്ത പരിപാടികളുടെ ഒരു അനുഭവം. തീർച്ചയായിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയമാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മളെക്കാൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പം രാജ്യം ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വളരെ നന്നായി ജനങ്ങൾ മനസ്സിലാക്കുക. അത് ബാക്ക് ഫയർ ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയുടെ നേതാവ് പ്രധാന എതിരാളിയെ വിട്ട് ഘടകകക്ഷിക്കെതിരായി മത്സരിക്കാൻ ഇവിടെ വരുന്നതിന്റെ ന്യായം അദ്ദേഹം പറയേണ്ടി വരും. അതുകൊണ്ട് അനുകൂലമല്ല, പ്രതികൂലമാണ് ഉണ്ടാവുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NDA കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി MT രമേശ് നാമനിർദ്ദേശ പത്രിക നൽകി. ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനാണ് പത്രിക സമർപ്പിച്ചത്. BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ, മേഖലാ പ്രസിഡന്റ് P രഘുനാഥ് എന്നിവരും മറ്റ് നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. രമേശ് MT എന്ന ഞാൻ ലോകസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതിനാണ് നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായി വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിൻ്റെ പേരിൽ സത്യം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിരീക്ഷിക്കാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥനെയും വീഡിയോഗ്രാഫറെയും തടഞ്ഞുവെച്ച സംഭവം ഗുരുതരമായ കുറ്റകൃത്യമെന്ന് UDF. ഈ വിഷയത്തിൽ മന്ത്രിക്കും സ്ഥാനാർത്ഥിക്കുമെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയതായി നേതാക്കൾ പറഞ്ഞു. ഡൽഹിയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനും സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കുമാണ് UDF മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ PM നിയാസ് പരാതി നൽകിയത്. സ്ഥാനാർത്ഥി ഭീഷണിപ്പെടുത്തി മായ്പിച്ചു കളഞ്ഞ വീഡിയോ ദൃശ്യങ്ങൾ ഫോറൻസിക് സഹായത്തോടെ വീണ്ടെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വീഡിയോ ചിത്രീകരണത്തിനെത്തിയ ജമാൽ എന്ന ക്യാമറാമാനെയും കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെയും
ജോലി ചെയ്യുന്നതിനിടെ ബലമായി ഗ്രീൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതായി പരാതിയിൽ പറയുന്നു. സ്ഥാനാർത്ഥി എളമരം കരീമും മുൻ MLA A പ്രദീപ് കുമാറും മറ്റൊരു വ്യക്തിയും ചേർന്ന് ക്യാമറാമാനെ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്ന വീഡിയോ ദൃശ്യവും പരാതിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ഗുരുതരമായ ചട്ടലംഘനം നടത്തിയ മന്ത്രി PA മുഹമ്മദ് റിയാസിനെ മന്ത്രിസ്ഥാനത്തു നിന്നും നീക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ മുറിയിലടച്ചിട്ട് കയ്യേറ്റം ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റം നടത്തിയ സ്ഥാനാർത്ഥി എളമരം കരീമിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടതായി PM നിയാസ്, UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MC മായിൻ ഹാജി, ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. TTEയുടെ ദാരുണ അന്ത്യത്തിലൂടെ റെയിൽവേ കണ്ണു തുറക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. സുരക്ഷാ ഓഡിറ്റ് നടത്തി ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും കോഴിക്കോട്ട് ചേർന്ന യോഗത്തിൽ സംഘടന ആവശ്യപ്പെട്ടു. കൃത്യനിർവഹണത്തിനിടെ TTE വിനോദ് ഖണ്ണനെ തീവണ്ടിയിൽ നിന്നും തള്ളിയിട്ട ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത രജനീകാന്തിന്റെ ക്രൂരകൃത്യത്തിൽ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷന്റെ അടിയന്തര യോഗം അപലപിച്ചു. അനുശോചനം രേഖപ്പെടുത്തിയാണ് യോഗ നടപടികൾ ആരംഭിച്ചത്. കുറ്റവാളിക്ക് അർഹമായ ശിക്ഷ ലഭിക്കാൻ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. റെയിൽവേയിലെ ലോക്കോ പൈലറ്റ്, ഗാർഡ്, ടിക്കറ്റ് എക്സാമിനർ, RPF, GRP തുടങ്ങിയ ഒഴിവുകൾ നികത്താത്തതും ദീർഘദൂര തീവണ്ടികളിൽ രാത്രികാല പെട്രോളിംഗ് നടത്താത്തതും സ്ലീപ്പർ ജനറൽ കമ്പാർട്ട്മെന്റുകൾ കുറച്ചതും ഇത്തരം അനിഷ്ട സംഭവങ്ങൾക്ക് ഇടവരുത്തുകയാണെന്നും യോഗം കുറ്റപ്പെടുത്തി. ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്ന എല്ലാ കമ്പാർട്ട്മെന്റും CCTV ക്യാമറ, റെയിൽ പാളത്തിൽ പോലും നിരീക്ഷണ ക്യാമറകൾ, അത് മെഡിക്കൽ കിറ്റുകൾ, വേക്കൻസി ഫില്ല് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ജീവനക്കാർ ലോക്കോ പൈലറ്റിൻ്റെ ആവട്ടെ, ഗാർഡിൻ്റെ ആവട്ടെ, TTRമാരുടെ ആവട്ടെ, അതുപോലെ RPFിലെ GRPയിലെ പോലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടില്ല. പല ട്രെയിനുകളും രാത്രി പെട്രോളിംഗ് നടത്തുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ കുറവുണി വരുമാനം വർദ്ധിപ്പിക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തി റെയിൽവേ യാത്രക്കാരുടെ സുഖപ്രദമായ യാത്രയ്ക്കും അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും നടപടി സ്വീകരിക്കണമെന്നാണ് ഇന്ന് ചേർന്ന കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽവേ അസോസിയേഷൻ യോഗത്തിൻ്റെ തീരുമാനം. യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ശക്തമായ ഇടപെടൽ നടത്താനും അടുത്ത ദിവസം ചെന്നൈയിൽ ദേശീയ യോഗം വിളിച്ചു ചേർക്കുമെന്ന് വർക്കിംഗ് ചെയർമാൻ ഷവലിയർ C ചാക്കുണ്ണി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. അസോസിയേഷൻ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ കേരള റീജിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, കൺവീനർമാരായ സൺഷൈൻ ഷൊർണൂർ, TP വാസു, PI അജയൻ, MV കുഞ്ഞാമു, റിയാസ് നേരോത്ത് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അംഗങ്ങളുടെ കുടുംബ സുരക്ഷയ്ക്കായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഒരുക്കുന്ന KHRA സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. ആദ്യ അംഗത്വം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഫിറോസ് ഖാൻ നൽകി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് N സുഗുണൻ സ്വീകരിച്ചു. 10 ലക്ഷം രൂപ മരണശേഷം ആശ്വാസധനം നൽകുന്നതാണ് പദ്ധതി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ KHRA അംഗങ്ങൾക്കായുള്ള KHRA സുരക്ഷാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്നു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഫിറോസ് ഖാൻ ആദ്യ അംഗത്വം സംസ്ഥാന വൈസ് പ്രസിഡന്റ് N സുഗുണന് നൽകി. പദ്ധതിയിൽ അംഗമാകുന്ന KHRA അംഗം മരണപ്പെട്ടാൽ കുടുംബത്തിന് 10 ലക്ഷം രൂപ ആശ്വാസധനം നൽകുന്ന പദ്ധതിയാണ് KHRA സുരക്ഷാ പദ്ധതി. കാരണം ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബമായിട്ടാണ് ഓരോ ഹോട്ടലുകളും നടത്തിപ്പോരുന്നത്. ഒരു കുടുംബം, ആ തൊഴിലാളികളും ആ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ
അംഗങ്ങൾക്കുള്ള ഒരു സുരക്ഷാ പദ്ധതി ഒരു വ്യാപാരിക്കും അദ്ദേഹത്തിന്റെ ആശ്രിതർക്കും ആ അവിടുത്തെ തൊഴിലാളികൾക്കും ഒന്നിച്ച് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു KHRA സുരക്ഷാ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകൾ ഹോട്ടൽ വ്യാപാരം നടത്തിയിട്ടും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന അംഗം ആകസ്മികമായി മരണപ്പെട്ടാൽ കുടുംബത്തിനുണ്ടാകുന്ന അനിശ്ചിതാവസ്ഥയിൽ നിന്നും കൈത്താങ്ങാകുവാനാണ് ഇത്തരമൊരു പദ്ധതി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആവിഷ്കരിച്ചതെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് N. സുഗണൻ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് രൂപേഷ് കോളിയോട്ട്, സെക്രട്ടറി US സന്തോഷ് കുമാർ എന്നിവരും സംബന്ധിച്ചു. KHRA എന്ന പ്രസ്ഥാനത്തിൽ ഈ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ അംഗങ്ങളും 100 രൂപ വെച്ച് അതിന് കൈത്താങ്ങാക്കിക്കൊണ്ട് 10 ലക്ഷം രൂപ കളക്ഷൻ ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ബേപ്പൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തി. വൻ വരവേൽപ്പാണ് സ്ഥാനാർത്ഥിക്ക് നൽകിയത്. കുടുംബ സംഗമങ്ങളിലും യോഗങ്ങളിലും സ്ഥാനാർത്ഥി MK രാഘവൻ വോട്ട് അഭ്യർത്ഥിച്ചു. ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ ബേപ്പൂർ, പൂണാർവളപ്പ്, ചക്കരിക്കാട് പറമ്പ്, വിജിത്ത്, മാത്തോട്ടം കനാൽ, കരുവൻതുരുത്തി, പാതിരിക്കാട്, കരുവൻതുരുത്തി, ചുങ്കം, പെരുമുഖം, കല്ലുവളപ്പ്, കോടമ്പുഴ, പൂവന്നൂർ പള്ളി, ചെള്ളിപ്പാടം, വൈദ്യരങ്ങാടി, മണ്ണൂർ പ്രബോധിനി തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക്, കോൺഗ്രസിന് ഒറ്റ കക്ഷി എന്നവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആവശ്യം. BJP-ക്കാണ്. എന്നാൽ മാത്രമേ രാഹുൽ ഗാന്ധിയെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രപതി ക്ഷണിക്കും. 30 സീറ്റ് താഴെ മത്സരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ആരും വിളിക്കില്ല. 543 സീറ്റാണ് ലോക്സഭയിൽ. 30-ൽ താഴെയാണ് CPM മത്സരിക്കുന്നത്. അപ്പോൾ എത്ര ജയിക്കുന്ന ആർക്കും പറയാൻ കഴിയില്ല. എത്ര ജയിച്ചാൽ അവരാരും വിളിക്കില്ല. മനസ്സിലാക്കുള്ളൂ. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇത് മോദിയെ ഇറക്കാനുള്ള ലക്ഷണമാണ്. 2004-ൽ വാജ്പേയിക്ക് പറ്റിയ പരാജയം ഈ 2024 ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, മോദിക്ക് സംഭവിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് നമ്മുടെ വോട്ടുകളെല്ലാം കൃത്യമായി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനുള്ള പോരാട്ടമായതുകൊണ്ട് ഇത് UDF സ്ഥാനാർത്ഥിയായി എനിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ടിൽ രേഖപ്പെടുത്തി. വിവിധ കേന്ദ്രങ്ങളിൽ KPCC നിർവാഹക സമിതി അംഗം PM നിയാസ്, മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KK ആലിക്കുട്ടി, കൺവീനർ K. സുരേഷ്, M. കുഞ്ഞാമുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും കുടുംബസംഗമങ്ങളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ. മൂല്യബോധം കലയിലൂടെ എന്ന സന്ദേശത്തോടെ ബാലഗോകുലം കേരള നടത്തുന്ന സംസ്ഥാന കലോത്സവത്തിന് കോഴിക്കോട് വേദിയാകും. ഏപ്രിൽ 5, 6, 7 തീയതികളിൽ വേദവ്യാസ വിദ്യാലയത്തിൽ നടക്കുന്ന കലോത്സവം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിക്കും. കോഴിക്കോട് നഗരത്തിലാണ് ബാലഗോകുലം ജന്മം കൊണ്ടത്. 50 വർഷം പൂർത്തിയാവുന്നു. ഇന്ന് കേരളത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളിലടക്കം നിരവധി പ്രദേശങ്ങളിൽ 5 ലക്ഷത്തോളം കുട്ടികൾ അംഗങ്ങളായി സാംസ്കാരിക പ്രവർത്തനം, ആഗോള ബാല്യങ്ങൾക്ക് അഭയം എന്നുള്ള നിലയ്ക്ക് ബാലഗോകുലം പ്രവർത്തിച്ചു വരികയാണ്. കേരളത്തിൽ തന്നെ 3000-ഓളം യൂണിറ്റുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പ്രവർത്തന സജ്ജമായ 3000-ഓളം യൂണിറ്റുകൾ നിലനിൽക്കുന്നുണ്ട്. 5000 ബാലഗോകുലങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഒരാണ്ടിനുള്ളിൽ ബാലഗോകുലത്തിന്റെ വലിയ ദൗത്യം. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ വർഷം സംസ്ഥാന കലോത്സവം കോഴിക്കോട് നടത്തണം. വരാനിരിക്കുന്ന മുന്നേറ്റത്തിന്റെ ഒരു പ്രാഥമിക പ്രവർത്തനം എന്ന നിലയ്ക്കാണ് ഇവിടെ സംസ്ഥാന കലോത്സവം സംഘടിപ്പിക്കുന്നത്. മൂല്യബോധം കലയിലൂടെ എന്നൊരു സന്ദേശമാണ് ഈ കലോത്സവത്തിൽ ബാലഗോകുലം ഉയർത്തിക്കാണിക്കുന്നത്. 14 ജില്ലകളിൽ നിന്നായി 1ാം സ്ഥാനം നേടിയ 3000 ഗോകുലാംഗങ്ങൾ 92 ഇനങ്ങളിൽ മത്സരിക്കും. 7 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. സംഗീത നൃത്ത ഇനങ്ങൾക്ക് പുറമെ നാരായണീയം, ജ്ഞാനപ്പാന, കൃഷ്ണഗാഥ, ഭഗവത്ഗീത, ഹരിനാമ കീർത്തനം എന്നീ സാംസ്കാരിക ഇനങ്ങളിലും മത്സരങ്ങൾ നടക്കും. കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 5 വെള്ളിയാഴ്ച പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും. പ്രശസ്ത ഗായിക വൈക്കം വിജയലക്ഷ്മി മുഖ്യാതിഥിയായി പങ്കെടുക്കും. വേദിയിൽ അകലട്ടെ ലഹരി, ഉണരട്ടെ മൂല്യവും ബാല്യവും എന്ന സന്ദേശമുയർത്തി PK ഗോപി രചിച്ച സംഗീത ശില്പവും അരങ്ങേറുമെന്ന് സംഘാടകരായ N. ഹരീന്ദ്രൻ മാസ്റ്റർ, ഡോക്ടർ ശങ്കർ മഹാദേവൻ, P. പ്രശോഭ് മാസ്റ്റർ, PM ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയവർ അറിയിച്ചു. 7 വേദികളിൽ 92ഓളം ഇനങ്ങളിൽ മത്സരം നടക്കും. വേദവ്യാസ വിദ്യാലയമാണ് അതിൻ്റെ പ്രധാന വേദിയെങ്കിലും അനുബന്ധ വിദ്യാലയങ്ങൾ കൂടി
ഈ കലോത്സവത്തിൻ്റെ ഭാഗമാവുകയാണ്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അവധിക്കാലം ടാബിലും മൊബൈലിലും തളച്ചിടാതെ കുട്ടിപ്പീടിക ഒരുക്കി കച്ചവടക്കളികളുമായി 3 കൂട്ടുകാർ. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പഠനോപകരണങ്ങൾ വാങ്ങാൻ പണം കണ്ടെത്തുകയാണ് ഈ കുട്ടിക്കളിയുടെ ലക്ഷ്യം. ഫറൂഖ് കോളേജ് മേലെ വടക്കേനി സ്വദേശികളായ 3 കൂട്ടുകാർ അശ്വിൻ, കിച്ചു, ദേവാനന്ദ്. ഇവരുടെ പേരിന്റെ ആദ്യാക്ഷരങ്ങൾ കൊണ്ട് പീടികയ്ക്ക് നൽകിയ പേരാണ് AKD സ്റ്റോർ. നാട്ടിൻപുറത്തെ പാതയോരത്തോട് ചേർന്ന് തുറന്ന കുട്ടിപ്പീടികയിലെ കച്ചവട കളിയുടെ കാഴ്ചകൾ ഏറെ ചന്തമുള്ളതാണ്. കമ്പുകൾ അടുക്കി വെച്ച് ഓലകൾ മേഞ്ഞും ശീല കൊണ്ട് മറച്ചും മറ്റുമുണ്ടാക്കിയ കുട്ടിപ്പീടികയിൽ കുട്ടികളുടെ മനസ്സറിയുന്ന ഇഷ്ടവസ്തുക്കൾ തന്നെയാണ് വിൽപ്പനയ്ക്ക്. ഞങ്ങൾ നല്ല ആൾക്കാരൊക്കെ വന്ന് വാങ്ങുന്നുണ്ട്. ഈ വെയിൽ കാരണമൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ കട വയ്ക്കാൻ കാരണം. നല്ല വെയിലായതുകൊണ്ടാണ്. പിന്നെ നല്ല ലാഭമൊക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ള ബൂസ്റ്റ്, പാർലെ, മേദാങ്കിള്, പിന്നെ ഷോബാസ്, പിന്നെ കുറച്ച് മുട്ടായി, പിന്നെ തിരുമ്പണം സോപ്പും പാത്രം സോപ്പും മുക്കും അങ്ങനത്തെയൊക്കെ. ചായക്കുള്ള അച്ചപ്പം, ബിസ്ക്കറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വരുമാനത്തിനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ തുറന്നത്. വിവിധ ഇനം മിഠായികൾ, കടലകൾ, ബിസ്ക്കറ്റുകൾ എന്നിവ വിൽപ്പനയ്ക്കുണ്ട്. ഉപഭോക്താക്കളായി എത്തുന്നതും കുട്ടികൾ തന്നെ. അനാവശ്യ കളികളിലും മൊബൈൽ ഫോണിലും നേരം കൊല്ലുന്നതിനേക്കാൾ നല്ലതെന്ന നിലയിൽ രക്ഷിതാക്കളും ഈ കുട്ടിക്കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവധിക്കാലത്ത് ഗ്രാമങ്ങളിൽ സജീവമായിരുന്ന കുട്ടിപ്പീടികകൾ ഇപ്പോൾ വിസ്മൃതിയിൽ ആണ്ടുപോയെങ്കിലും ഇവരെപ്പോലുള്ള ചില കുട്ടികൾ ഇപ്പോഴുമുണ്ട്. ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളുമായി ഗ്രാമപാതയോരങ്ങളിൽ തേൻമിഠായിയുടെ മാധുര്യം സമ്മാനിക്കുകയാണ് ഇവർ. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കടലുണ്ടി ഗീതാജ്ഞാനയജ്ഞം ഏപ്രിൽ 7-ന് ആരംഭിക്കും. ഭഗവത്ഗീത 9-ാം അധ്യായത്തെ അധികരിച്ച് ആധ്യാത്മാനന്ദ സരസ്വതി പ്രഭാഷണം നടത്തും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി അസോസിയേഷൻ ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി ജനറൽ സെക്രട്ടറി ജോസഫ് മാഷ് ഉദ്ഘാടനം ചെയ്യും. വ്യക്തിത്വ വികസനത്തെ അറിവ് എങ്ങനെ പ്രയോജനപ്പെടുത്തണം, ഞാൻ ആരാണ്, എന്റെ കടമ എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ നമ്മുടെ എല്ലാ പുരാണങ്ങളിലുണ്ട്. പക്ഷെ അതറിയാനും ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള സമയം പുതിയ തലമുറ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. കടലുണ്ടി റെയിൽവേ ഗേറ്റിന് പടിഞ്ഞാറ് വശം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യയോഗം സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി 6 ദിവസങ്ങളിലായി ചർച്ച ചെയ്യും. കടലുണ്ടി ഗീതായനം സത്സംഗം സമിതിയുടെ നേതൃത്വത്തിലാണ് ഗീതാജ്ഞാനയജ്ഞം 2024 സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 8 മുതൽ രാവിലെ 7 മണി മുതൽ 8 മണി വരെ സ്വാമി പ്രണവാനന്ദ സരസ്വതി ആദിശങ്കരാചാര്യരുടെ സാധനാ പഞ്ചകം എന്ന കൃതിയുടെ ക്ലാസും നടക്കുമെന്ന് യജ്ഞ കമ്മിറ്റി ചെയർമാൻ AP ജ്യോതി, കൺവീനർ ഗീത സുധീർ, രക്ഷാധികാരി NK ബിച്ചിക്കോയ, പബ്ലിസിറ്റി കൺവീനർ പിലാക്കാട്ട് സജീഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇത് ഇന്ന് ജാതി മത ഭേദമെന്ന് എല്ലാവരും ഈ ഒരു മത ഗ്രന്ഥങ്ങൾ ആഴത്തിൽ ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കടലുണ്ടി പഞ്ചായത്തിൽ എല്ലാ വിഭാഗം ആളുകളും ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ ക്ലാസുകളും ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ അത് വലിയ വിജയം കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗോതീശ്വരം അങ്കണവാടി 16-ാം വാർഷികം ആഘോഷിച്ചു. വാർഡ് കൗൺസിലർ രജനി ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ രംഗങ്ങളിൽ നേട്ടം കൈവരിച്ച പ്രതിഭകളെ വേദിയിൽ ആദരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. ഗോതീശ്വരം അങ്കണവാടിയുടെ 16-ാം വാർഷികാഘോഷം നാടിന്റെ ഉത്സവമായി. വാർഡ് കൗൺസിലർ T രജനി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സിനിമാ കലാസംവിധായകൻ മുരളി ബേപ്പൂർ മുഖ്യപ്രഭാഷണം നടത്തി. വേൾഡ് കിക്ക് ബോക്സിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കലം നേടിയ K ദിപിൻ ദേവിനെയും പ്രസിദ്ധ മിമിക്രി താരങ്ങളായ നെവിൻ പോളിനെയും അനയ് കൃഷ്ണയെയും ചടങ്ങിൽ ആദരിച്ചു. കുനിയിൽ ബാബു അധ്യക്ഷനായിരുന്നു. അങ്കണവാടി വർക്കർ K പ്രസന്ന, വൈസ് പ്രസിഡന്റ് KK പ്രമോദ്, K അജയൻ, ബേപ്പൂർ കോസ്റ്റൽ പോലീസ് ഓഫീസർ രാഹുൽ AK തുടങ്ങിയവർ പ്രസംഗിച്ചു.
കുട്ടികളുടെ വിവിധ കലാപരിപാടികളും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും വിവിധ പരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഈദുൽ ഫിത്തറിന്റെയും വിഷുവിന്റെയും ആഘോഷങ്ങളോടനുബന്ധിച്ച് വിപുലമായ നോമ്പുതുറയും നാട്ടുവിഷുക്കണിയും സംഘടിപ്പിക്കാൻ ഒരുങ്ങി തിരുവണ്ണൂർ ജനകീയ കൂട്ടായ്മ. ഏപ്രിൽ 7-ന് നോമ്പുതുറയും 14-ന് പുലർച്ചെ വിഷുക്കണിയും ചന്ദ്രസൂര്യോത്സവം എന്ന പേരിലാണ് നടത്തുക. അവിടെ പാരമ്പര്യമുള്ള ഏറ്റവും പഴക്കമുള്ള 1000 വർഷത്തോളം പഴക്കമുള്ള തിരുവണ്ണൂർ ശിവക്ഷേത്രവും അതോടൊപ്പം തന്നെ 100-300ഓളം വർഷമുള്ള കോട്ടുപള്ളിയും അങ്ങനെയുള്ള എല്ലാം ഒരു പാരമ്പര്യം, ആ നാടിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടികളോട് ഉദ്ദേശിക്കുന്നത്. അപ്പം രാവിലെ ഇഫ്താർ ഈ വരുന്ന ഞായറാഴ്ചയാണ് വൈകുന്നേരം. അതാണ് ചന്ദ്രൻ്റെ ഒരു ഉത്സവമാണ്, ചന്ദ്രനെ അനുബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു ഉത്സവമാണ് റംസാൻ. വിഷു എന്ന് പറയുന്നത് സൂര്യനെ അനുബന്ധപ്പെട്ടുള്ള ഉത്സവം. അതുകൊണ്ട് ചന്ദ്രൻ ഉദിക്കുന്ന സമയത്താണ് നമ്മൾ ആദ്യത്തെ ഇഫ്താർ വൈകുന്നേരം. അത് കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് വിഷുവിന് രാവിലെ 5 മണിക്കാണ് ഈ പറയുന്ന വിഷുക്കണി ഒരുക്കിയിട്ടുള്ളത്. തിരുവണ്ണൂർ നടക്കൽ കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ ഏപ്രിൽ 7-ന് ഞായറാഴ്ച വൈകിട്ട് ഇഫ്താറും തിരുവണ്ണൂർ നടക്കലിലെ ആൽത്തറക്കൽ ഏപ്രിൽ 14-ന് വിഷുദിനത്തിൽ പുലർച്ചെ 5 മണിക്ക് നാട്ടു വിഷുക്കണിയും ഒരുക്കും. തിരുവണ്ണൂർ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചന്ദ്രസൂര്യോത്സവം എന്ന പേരിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വീടുകളിൽ പതിവായി ഒരുക്കുന്ന വിഷുക്കണികൾ എന്നതിനുമപ്പുറം ഒരു നാട് മുഴുവൻ ഒന്നിച്ചു നിന്ന് കാണുന്ന നാട്ടുവിഷുക്കണി കേരളത്തിൽ ആദ്യമായാണ് നടക്കാൻ പോകുന്നതെന്ന് സംഘാടകർ അവകാശപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ മോൻടൻ തിരുവണ്ണൂർ, അർഷാദ്, ജിനീഷ് അബ്ദുള്ള, സുമിത് ലാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുകയെന്ന് LDF കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എളമരം കരീം. NDA കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി MT രമേശ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിരീക്ഷിക്കാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥനെയും വീഡിയോഗ്രാഫറെയും തടഞ്ഞുവച്ച സംഭവം ഗുരുതരമായ കുറ്റകൃത്യമെന്ന് UDF. TTEയുടെ ദാരുണാന്ത്യത്തിലൂടെ റെയിൽവേ കണ്ണു തുറക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. അംഗങ്ങളുടെ കുടുംബ സുരക്ഷയ്ക്കായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സുരക്ഷാ പദ്ധതി. ബാലഗോകുലം കേരള കലോത്സവം ഏപ്രിൽ 5, 6, 7 തീയതികളിൽ കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.